ഞാൻ റിനി ഇപ്പോൾ മഞ്ഞൾ ബോയ്സിൽ ചെയ്തിട്ടിരിക്കുന്നു. അപ്പോൾ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഒരു ഓഡീഷന് പോയപ്പോൾ അമ്മ മുറി അടിച്ചോണ്ടിരിക്കുക കിട്ടി. അപ്പോൾ പുള്ളിക്കാരി എവിടെ പോകണം ഓഡീഷൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ വന്നിട്ട് ചൂലൊക്കെ വെച്ചിട്ട് ഞാനും വരട്ടെ സാധനം. സൗബിനൊക്കെ എനിക്ക് സൗബിന ഡൗൺ ടു എർത്താണ്. പുള്ളി അത്രയും വലിയൊരു നടനല്ലേ. എന്നിട്ട് നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും ചേച്ചി എന്നും പറഞ്ഞ് ചാടി എഴുന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ക്ഷയിക്കാൻ തരുന്നു. ഇന്നലെ അമ്മ സീൻസിലൊക്കെ പെർഫോം ചെയ്ത് കണ്ടിട്ട് എനിക്കാണെങ്കിൽ എന്താണ് ആ വികാരം എന്ന് അറിയാൻ പാടില്ല. മോൻ്റെ ഫ്രണ്ട് വന്നിട്ട് ചോദിക്കുക ഹോസ്റ്റലർ ചേച്ചിയല്ലേ, ഹോസ്റ്റലല്ല. അപ്പൊ ഇയാളുടെ അടുത്ത ഡയലോഗാ അത് എൻ്റെ അമ്മയുടെ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. നമസ്കാരം, എൻ്റെ പേര് അമൽ ഉദയ്. ഞങ്ങൾ ചേർത്തലക്കാരാണ്, ഇപ്പോൾ കൊച്ചിക്കാരാണ്. ഞാൻ റിനി, ഇയാളുടെ അമ്മയാണ്. ഇപ്പോൾ മഞ്ഞൾ ബോയ്സിൽ ചെയ്തിട്ടിരിക്കുന്നു, ലാസ്റ്റ് ഇറങ്ങിയിരിക്കുന്നത്. പിന്നെ ഹോസ്റ്റലർ, അന്വേഷിപ്പിങ് കണ്ടെത്തും, പിന്നെ കുറച്ച് ഇലവിഴ പുജറ, കുറച്ച് മൂവീസ്. ഇല്ല. അതെന്താ? അപ്പൊ എനിക്ക് അറിയേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ അമലൊരു വളരെ സിനിമ ആസ്പിറന്റ് ആയിട്ട് കുറച്ച് നാളായിട്ട് ഫീൽഡിലുള്ള ഒരാളാണ്. കുറച്ച് സിനിമകൾ അമലിനായിട്ട് വന്നിട്ടുണ്ട്. അമ്മച്ചീനെ സിനിമയിലേക്ക് കൊണ്ടുവരുന്ന ആള് അമൽ തന്നെയാണെന്നാണ് അമ്മ എനിക്കിപ്പോ ചോദിച്ചപ്പോ പറയാൻ കഴിഞ്ഞത്. എനിക്ക് അറിയേണ്ടത് എങ്ങനെ ബ്രോ എങ്ങനെ സാധിച്ചു? അമല് മാത്രല്ല പറയണ, അഭിരാമിയും കൂടിയുണ്ട്. ഇവര് രണ്ടുപേരും കൂടിയാ. ഞാനാണ് ആദ്യം വീട്ടിൽ നിന്ന് സിനിമ എന്ന് പറയണത്. അപ്പൊ നമ്മള് അറിയാലോ, ജോലി കഴിഞ്ഞ് ഇറങ്ങി ഫുൾ സ്ട്രഗ്ലിംഗ് പരിപാടിയാണ്. അപ്പോൾ പതുക്കെ ഓഡീഷനൊക്കെ പോവും, സ്ഥിരമായിട്ടൊക്കെ പോവും. അപ്പം അനിയത്തിയൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. അവൾ തന്നെ എല്ലായിടത്തും പൊഡിഷൻ ഉണ്ടെങ്കിൽ സെർച്ച് അയച്ചു തരുന്നതും ഡയറക്ടർമാരെ കോൺടാക്ട്സ് ഒക്കെ അങ്ങനെ പേരൊക്കെ ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലൊക്കെ പുള്ളിക്കാരിയാണ് എല്ലാം റെഡിയാക്കി തരുന്നത്. അപ്പം അങ്ങനെ ഒരു കുറേ വർഷം ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഒരു ഓഡീഷന് പോയപ്പോൾ അമ്മ മുറി അടിച്ചോണ്ടിരിക്കുക കിട്ടി. അപ്പോൾ പുള്ളിക്കാരി എവിടെ പോകണം ഓഡീഷൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ വന്നിട്ട് ചൂലൊക്കെ വെച്ചിട്ട് ഞാനും വരട്ടെ സാധനം അന്ന് വരാൻ പറഞ്ഞു. അങ്ങനെ ഓഡീഷന് പോയി. ഓഡീഷന് വേണ്ടി പുള്ളി പെർഫോം ചെയ്തു, സൂപ്പറായിട്ട് പെർഫോം ചെയ്തു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കൊള്ളാലോ പരിപാടി, പുള്ളി ചെയ്യുന്നുണ്ട് സാധനമൊക്കെ. സെലക്റ്റായി, ഞങ്ങൾ സെലക്റ്റായി. പക്ഷെ പടം നടന്നില്ല. പക്ഷെ അത് എനിക്ക് മനസ്സിലായി. ഇനിയിപ്പം നമ്മൾ കുറേ വർഷം നടന്നിട്ട് ഫോണിൽ കുറേ കോണ്ടാക്ട്സ് ഉണ്ട് എൻ്റെ ഡയറക്ടർമാരുടെയും ഇൻഡസ്ട്രി ഉള്ളവരുടെ. ഇപ്പം നമ്മളിവരെ സ്ഥിരം ഫോളോ അപ്പ് ചെയ്യും, വിളിക്കുകയും ചെയ്യും. അപ്പോൾ ഇവർക്കാണെങ്കിൽ നമ്മളെപ്പോലത്തെ 100 പേര് ഡെയിലി വിളിക്കുന്നുണ്ട് അവർക്ക്. അപ്പോൾ അവർക്കൊരു വിളിക്കാറായിട്ടില്ല എന്ന് പറച്ചില്ല. അപ്പോൾ എനിക്കൊരു ബുദ്ധി തോന്നി, ഓക്കെ അമ്മയ്ക്ക് ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, ഈ കോണ്ടാക്ട്സ് എല്ലാം അങ്ങോട്ട് അപ്പാടി കൈമാറിയ അമ്മയ്ക്ക്. അമ്മ വിളിക്കുമ്പോൾ നേരെ റെസ്പോൺസ് മാറി. റിനി അമ്പോസുള്ളൊരു ചേച്ചിയാന്ന് പറയുമ്പോൾ പറ ചേച്ചി. അപ്പോൾ ആ ആക്ടിങ് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ അവർ ഭയങ്കര ആ ഒരു ഇൻട്രസ്റ്റോടെയാണ് അമ്മക്ക് റിയാക്ട് ചെയ്യുന്നതും കാണാമെന്ന് പറയുന്നതും. അങ്ങനെ ഗിരീഷ് ഏടി ആദ്യം സൂപ്പർ സ്റ്റാറിനെ പ്ലാൻ ചെയ്തപ്പോൾ അമ്മേനെ ചെയ്യാമെന്ന് പറഞ്ഞു. പടം കുറച്ച് ഡിലേ ആയപ്പോഴേക്കും പുള്ളിയാണ് അമ്മേനെ ഫസ്റ്റ് പടത്തിലേക്ക് വിളിക്കുന്നത്. അവിടെ അർച്ചന 31 നോട്ട് ഔട്ടിലേക്ക് പുള്ളിയാണ് വിളിക്കുന്നത്. അങ്ങനെയാണ് അമ്മ തുടങ്ങുന്നത്. അഖിൽ അനിൽകുമാർ ഡയറക്റ്റ് ചെയ്യണ അതിലോട്ട് സെലക്റ്റായി, അതാദ്യം ചെയ്തു. നമുക്ക് അതിലേക്ക് വരാം. എനിക്ക് പിന്നെ അതിന് മുന്നേ നമുക്ക് ഇപ്പൊ റിലീസ് ആയ മഞ്ഞുമലിനെ പറ്റി തന്നെ സംസാരിച്ചിട്ട് നമുക്ക് ഒരു കാര്യമൊക്കെ പോകാൻ എനിക്ക് തോന്നുന്നു. സോ മഞ്ഞുമലിനെ പറ്റി തന്നെ സംസാരിക്കാം. ബാസിയുടെ അമ്മയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതില് റിയൽ ക്യാരക്ടറാണ് നിങ്ങൾ പോർട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ആരെ കണ്ടിരുന്നോ? എന്തായിരുന്നു അതിന്റെ ഒരു പ്രിപ്പറേഷൻ? എങ്ങനെയായിരുന്നു? ഇല്ല, പോയി കണ്ടൊന്നും ഇരുന്നില്ല. അത് അവിടെ ചെന്നിട്ട് അവര് പറഞ്ഞു തന്ന അസോസിയേറ്റ്സും ഡയറക്ടറൊക്കെ പറഞ്ഞു തന്ന ആ പിക്ചർ മാത്രമേ അറിയുള്ളൂ. നേരത്തെ അവരെ കണ്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്കറിയില്ലായിരുന്നു ഇത് റിയൽ സ്റ്റോറിയാണെന്ന് എനിക്കറിയില്ലായിരുന്നു ആദ്യം. ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോരുമ്പോഴത്തേക്കും അവിടുത്തെ ആൾക്കാരാണ് എന്നോട് ഇങ്ങനെ പറഞ്ഞാൽ, അറിയോ ഇത് ഇവിടെ നടന്ന സംഭവമാണ് കേട്ടോ എന്ന് പറയുന്നത്. അപ്പോഴാണ് അറിയുന്നത്. അപ്പോഴാണ് ഞാനോട് ചോദിക്കുമ്പോഴത്തേക്കും ഇത് റിയൽ സ്റ്റോറിയാണ്, പക്ഷെ നമ്മൾ പുറത്തു വിടുന്നില്ല ഇപ്പോൾ എന്ന് പറഞ്ഞു. പക്ഷെ അത് സിനിമ കഴിഞ്ഞിട്ട് നല്ല എനിക്ക് ഇതിലേക്കുള്ള ഒരു ഓപ്പണിംഗ് ഉണ്ടല്ലോ. അതായത് ചിദംബരം എന്ന ഡയറക്ടറാണ്, എൻഗേജ്ഡ് ആയിട്ടുള്ള പുതിയൊരു ഡയറക്ടറാണ്. അപ്പം ഈ ഒരു കോള് എങ്ങനെയാണ്? ഇത് മകൻ അമൽ മുട്ടിച്ചു കൊടുത്ത് അങ്ങനെ വന്നതാണോ, അതോ സ്വന്തമായിട്ട് എങ്ങനെയാണ് പ്രോസസ്? എങ്ങനെയാണ്? അത് നിമിത്തമായത് അമൽ തന്നെ. അത് ഇതിലേക്ക് നിമിത്തമായത് അമൽ തന്നെ. അമലിങ്ങനെ ഓഡീഷന് പോയ സമയത്ത് ഈ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിനെ കണ്ട്
പുള്ളി ഇങ്ങനെ അത് പറഞ്ഞു ഞങ്ങൾ ഒരുമിച്ച് ഞാനും അമ്മ അനിയത്തിയും കൂടെ ഒരു പടത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ചാൾസ് എന്റർപ്രൈസസ് എന്ന് പറഞ്ഞതിൽ. അപ്പൊ അതിന്റെ എക്സിക്യൂട്ടീവ് ആയിരുന്നു ചേട്ടൻ പ്രതീക്ഷ. അപ്പൊ ഞാൻ ഓഡീഷൻ പോയപ്പോൾ അവിടെ ഇടശ്ശേരി മാൻഷനിലാണ് ഓഡീഷൻ നടക്കുന്നത്. ഞാൻ ഇറങ്ങി പുള്ളിയെ കണ്ടു. നമ്മൾ സിനിമാക്കാർ ആരെ കണ്ടല്ലോ ഓടിപ്പം കൊണ്ടുവരും, ചേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷം, പടം ഏതാണ്, പുതിയതാണ് സെറ്റപ്പ് ചോദിച്ചു. പുള്ളി പറഞ്ഞ പടം ഇതാണ്, ചിദംബരത്തിന്റെ പടമാണ്, കാസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞോ? അത് കഴിഞ്ഞൂടാ, ഇനി ഒരു ക്യാരക്ടർ മാത്രമേ ഉള്ളൂ, ഒരു രത്നമ്മ എന്ന ക്യാരക്ടർ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇനി അടുത്ത നമ്മുടെ ഓപ്ഷൻ നമുക്കില്ലെങ്കിൽ അടുത്ത അമ്മ അനിയത്തിയാണ്. ചേട്ടാ അമ്മ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അയ്യോ ചേച്ചിന്റെ കാര്യം മറന്നോ എന്ന് പറഞ്ഞിട്ട് പുള്ളിയാണ് അപ്പൊ തന്നെ അമ്മനെ വിളിച്ചിട്ട് ചേച്ചി അയക്കാൻ പറഞ്ഞു. അപ്പോൾ അമ്മ അപ്പം പ്രിൻസ് ജോയിൻ്റെ ഒരു ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഫിഷ് മർച്ചൻ്റ് ആയിട്ടുള്ള ആഡ്. ഇത് അയച്ചു കൊടുത്തു. അപ്പോൾ ആ സാധനമാണ് കണ്ടാണ് വർക്കായിട്ട് ഒരു പടത്തിലേക്ക് വിളിക്കുന്നത്. ആദ്യം ചെന്ന് കണ്ടു, ഒന്ന് ജസ്റ്റ് ഒന്ന് കാണണമെന്ന് പറഞ്ഞ് കണ്ടു. അപ്പോൾ ചെന്ന് പിന്നെ ഒന്നുകൂടെ വിളിച്ചു. അപ്പോൾ സെലക്ടറാണ്, രത്നമ്മയാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. ചിദംബരം എന്ന ഡയറക്ടർ ഇതിന്റെ ഒരു ഡോക്യുമെന്ററി ആദ്യം എടുത്തു വെച്ചിട്ടുണ്ട്, അത് കാണിച്ചിരുന്നു? ഇല്ല കാണിച്ചില്ല. ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ഒരുപാട് ഇമോഷണൽ സീക്വൻസ് കൂടെ കടന്നു പോകുന്ന ഒരു അമ്മ കഥാപാത്രമാണ് ആദ്യം തൊട്ട് അവസാനത്തിലേക്ക് എത്തുമ്പോൾ വരെ. ആദ്യമാണെങ്കിലും പുള്ളി ഒന്ന് പൈസ ചോദിക്കുമ്പോഴത്തേക്കും ഉള്ളൊരു സംഭവമുണ്ട്. അവസാനം പുള്ളി വന്ന് കെട്ടിപ്പിടിക്കുന്ന ഒരു സീനുണ്ട്. ഇതിലൊക്കെ ഇമോഷണലി ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അമ്മ എന്ന നിലയിൽ, ഒരു ആക്ടർ എന്ന നിലയിൽ. അപ്പം അഭിനയത്തോട് എന്ന് തുടങ്ങി, പിന്നെ ആ സീനിനെ പറ്റി എനിക്ക് പറയണം. എന്നോട്ട് ആഗ്രഹമാണ് അത് ഇത്രയും ലെന്ത് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഇതിനകത്താണോ ഉള്ളതെന്നും കൂടെ. അഭിനയം എന്നാ ശരിക്കും മനസ്സിൽ എനിക്ക് അഭിനയിച്ച കൊള്ളാമെന്ന് പറഞ്ഞത് എൻ്റെ മോൾ എന്നോട് ചോദിച്ചു, എടാ നമുക്ക് വേറെന്ത് മാറ്റി പിടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കതിനും കഴിവൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം മോളാണ്, നമുക്ക് നിനക്ക് കഴിവുണ്ട്, നിനക്ക് ദൈവം തന്നിട്ടുള്ള കഴിവുകളുണ്ട്, നമുക്ക് നോക്കിയെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് ഇവർ രണ്ടുപേരും കൂടി നോക്കിയാണ് എനിക്ക് വേണ്ടി ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. രണ്ടുപേരും കൂടി ഇരുന്നുണ്ട് ഒരുപാട് സമയം എടുത്തിട്ടുണ്ട് ഈ ഡയറക്ടർമാരെ വിളിക്കാനും. എന്തെങ്കിലും എനിക്ക് ക്ഷമ കിടുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് എല്ലാവരും ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രചോദനമായിരുന്നു എന്നെ. എന്നിട്ട് ഒരു ദിവസം ഇരുന്നിട്ട് ഞങ്ങളിങ്ങനെ ഡയറക്ടർമാരെ വിളിക്കുന്നതൊക്കെ അതൊരു എന്താ പറയണം, സിനിമയിൽ എത്താനുള്ള ഒരു വഴിയായിരുന്നു അത്. അങ്ങോട്ട് അമ്മ വെച്ചാൽ ഇപ്പോൾ ഞങ്ങളുടെ മൈൻഡിൽ അമ്മ ഇപ്പം കുഞ്ഞിലേ വന്നു, സാധാരണ ഒരു ഫാമിലി പോലെ തന്നെ അവിടെ സ്ട്രഗ്ലിങ്, പിന്നെ കല്യാണം വെച്ച് വന്ന് ഇവിടെ സ്ട്രഗ്ലിങ്, പിന്നെ മക്കൾക്ക് വേണ്ടി ജീവിക്കുക, ആ ഒരു പരിപാടിയായിരുന്നു അമ്മ. അപ്പം അമ്മ നമുക്കത് നമുക്കൊരു ബോധം വന്നപ്പോഴേക്കും ആ ശരിയല്ലല്ലോ ആ പരിപാടി എന്ന സംഭവമായി നമുക്ക്. അമ്മക്ക് അമ്മയുടെ ലൈഫ് വേണം, ഡ്രീംസ് വേണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അമ്മച്ചിക്ക് ഭയങ്കര അടിപൊളി കുക്ക്, അമ്മ ഭയങ്കര ടേസ്റ്റിൽ ഫുഡ് ഉണ്ടാകും. അപ്പോൾ നമ്മളൊരു റെസ്റ്റോറൻറ്റ് ഇട്ട് ഞങ്ങളെല്ലാവരും തന്നെ അവിടെ നിന്ന് വർക്ക് ചെയ്തു. ഭയങ്കര ഹിറ്റായി പരിപാടി. ചേർത്തലായിരുന്നു, സാഹിത്യക്കൊക്കെ അവിടെ സ്ഥിരം കസ്റ്റമറായിരുന്നു. എന്നിട്ട് പക്ഷേ എനിക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റണുള്ള, അമ്മയ്ക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റണുള്ള, അമ്മക്ക് ബാക്ക് പെയിനൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അതൊക്കെ നിർത്തി. പിന്നെ എന്ത് ചെയ്യും, നമുക്ക് സന്തോഷമുള്ള സംഭവം എന്ത് ചെയ്യും, അമ്മയ്ക്ക് സിഗ്നേച്ചറുള്ള പരിപാടി. അപ്പോൾ ഞങ്ങൾ ആലോചിക്കുന്നു എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് മൈൻഡിലുള്ളതെന്ന് വെച്ചാൽ അമ്മ ഇനി വീട്ടിൽ നിൽക്കാൻ പാടില്ല, എൻഗേജ്ഡ് ആയിട്ടിരിക്കണം. അപ്പം ഞങ്ങൾ അന്ന് പറയായിരുന്നു, ഇപ്പം ഇങ്ങനെ വീട്ടിലിരിക്കുന്ന ചേച്ചിമാർക്കൊക്കെ ഭയങ്കര ഇൻസ്പിറേഷൻ ആവണം, അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യണം, അല്ലാണ്ട് മക്കളെയും ഭർത്താവിനെ നോക്കി വീട്ടിലിരിക്കുന്ന ആളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ടാണ് അമ്മ ഞാൻ ഓഡീഷന് പോയിട്ട് ചോദിച്ചപ്പോൾ ഞാൻ കുറച്ച് ഇതാണുള്ള സാധനം സ്റ്റക്കായിട്ടിരുന്ന രൂപന്റെ മനസ്സിൽ ഇപ്പോഴും ഷൂവിന്റെ ലൈസ് കെട്ടിക്കൊണ്ടിരിക്കുവായിരുന്നു ഇങ്ങനെ നിന്ന്. എന്നിട്ട് എക്സാക്ട്ലി പറഞ്ഞാൽ നമ്മൾ കണ്ണട എടുത്ത് കണ്ണി വെച്ചിട്ട് കണ്ണട തപ്പി നടക്കണവരുടെ നമ്മുടെ കേസിൽ പരിപാടി എന്താണെന്ന് നമ്മുടെ കയ്യിൽ ഉണ്ടാകുന്ന പരിപാടിയായിരുന്നു ഇതാണ്. നമ്മളത് തപ്പി നടക്കുമായിരുന്നു. പിന്നെ ഓഡീഷന് പോയപ്പോൾ തന്നെ എല്ലാവരും എൻ്റെ ഫ്രണ്ട്സൊക്കെ പിന്നെ പറയാൻ തുടങ്ങി, കേട്ടോ നീ നമ്മുടെ മാനേജർ ആയിക്കോ, ആ സെറ്റപ്പിലേക്കായി. അപ്പോൾ അത് കേക്ക് പോയ സന്തോഷമാണ്. അപ്പോൾ നമ്മളെ അമ്മ ഇപ്പോൾ ഒരു 2 വർഷമായുള്ളൂ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് പടങ്ങൾ ചെയ്തു. ഇപ്പോൾ ആൾക്കാർ ഇന്നലെ അമ്മ ഉറങ്ങിയിട്ടില്ല, 2 മണിക്ക് 3 മണിക്കൊക്കെ കോൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊക്കെ ഇത് സന്തോഷമുണ്ട് നന്നായിട്ട്. പടം കണ്ട് ഇറങ്ങിയപ്പോൾ തൊട്ട് തന്നെ ഞാൻ തന്നെ ചെയ്ത ഒരു പടമാണ് കൂടി, പക്ഷെ എനിക്ക് കരച്ചിൽ വന്നിട്ട് എനിക്ക് നിർത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ പടം നമ്മളത് അത് ചിദംബരത്തിൻ്റെ കഴിവാണ്. ചിദംബരം എല്ലാവരും ആ ടീമിൻ്റെ കഴിവാണത്. നമ്മളോട് പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ അതുപോലെയാണ്. ഇപ്പം ഇന്ന പോലെയാണ് സംഭവം എന്ന് പറഞ്ഞിട്ട് അത് ഉൾക്കൊണ്ട് ചെയ്യാൻ അത് പറ്റൂലേ ചേച്ചി, അപ്പം പറ്റും എന്ന് പറഞ്ഞിട്ട് നമ്മൾ നോക്കാം എന്ന് പറഞ്ഞ് ഓരോന്ന് ചെയ്തതാണത്.
DOP ഞാൻ ഒന്ന് ചെയ്തിട്ട് ഷൈസാറിൻ്റെ മുഖത്ത് നോക്കും. സാറപ്പം അധികമൊന്നും ഇങ്ങനെ കാണിക്കില്ലല്ലോ, അപ്പം ഇങ്ങനെ ഇത്ര മാത്രമേ ഉള്ളൂ ഷൈസാറ്. ചിദംബരമൊക്കെ ഭയങ്കര എന്ന് വെച്ചാൽ ആദ്യത്തെ ദിവസം ലൊക്കേഷനിൽ പോയി. അപ്പം അമ്മ ചെന്നിട്ടേ ഉള്ളൂ അവിടെ. അപ്പം വലിയ ഓക്കെ സാധാരണ ആർട്ടിസ്റ്റ് വന്നിരിക്കുന്നു. അപ്പം എന്നെ ഓക്കെ ആ ചേച്ചിയുടെ കൂടെ വന്ന ആരോ ആണ്, ആ വൈബാണ് എനിക്ക് കിട്ടിയത്. അപ്പം അനിയത്തി പോയത് 2 ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പോഴേക്കും അമ്മ അവിടെ ഈ ക്ലൈമാക്സ് ഒക്കെ സെക്കൻഡ് ഡേത്തെ ഷൂട്ട് ചെയ്യണം. അപ്പോൾ പെർഫോം ഒക്കെ ചെയ്ത് അടിപൊളിയാക്കിയൊക്കെ വെച്ചിട്ട് പേരൊക്കെ എടുത്തു. അപ്പം അമ്മക്കുട്ടി എന്നപ്പോഴേക്കും പുള്ളിക്ക് ഭയങ്കര ട്രീറ്റ്മെന്റ് ആയി. അവിടെ പിടിച്ച് ഡയറക്റ്റ് അവിടെ ഇരുന്നു അഭിക്കുകയും ഷാജിച്ചേട്ടനും എല്ലാവരും ഭയങ്കരമായിട്ട് ഒരു ആർട്ടിസ്റ്റിനോടുള്ള സ്നേഹം അവർ അമ്മൂനോടും കാണിച്ചു. അപ്പൊ എനിക്ക് അസൂയ തോന്നി കുറച്ച്. രണ്ടാം ദിവസം പോയാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ചു. ഇല്ല, വിഴാപ്പുഞ്ചിറയില് ഞാൻ സൗബിനും കൊണ്ട് ഒരുമിച്ചുണ്ടായിരുന്നല്ല. അപ്പൊ അതൊരു കാരണമാണത് നല്ലതായിട്ട്. അതെ, അവസാനത്തെ ഇമോഷൻ സീൻ ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ആളുകളിലാണേലും. അത് പേഴ്സണലി എത്രത്തോളം എടുത്തിട്ടുണ്ട് അകത്തോട്ട്? ഇന്നിപ്പം എനിക്ക് തോന്നുന്നു റിയൽ ആയിട്ടുള്ള അമ്മേനെ കണ്ടിട്ടും കൂടെ വരിക. സോ അവര് എന്താണ് അതിനെ പറ്റി പറഞ്ഞത്? അവരും കണ്ടു കാണൂല സിനിമ? കണ്ടിട്ട് പറഞ്ഞു ഒത്തിരി സന്തോഷമായെന്ന്. ആ അമ്മ എന്നെ കണ്ടപ്പോഴേ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു, കരയുവാണ് അമ്മ. അപ്പോൾ എനിക്ക് കണ്ടിട്ട് ഇറങ്ങിയപ്പോൾ എന്നെ കാണണമെന്നാ നമുക്ക് തോന്നി ഇത്രേ. പക്ഷെ ബിസി ആയിരുന്നു, അവരങ്ങ് പോയി. ഞാനും ചെന്നായിരുന്നു, പക്ഷെ അമ്മേനെ കണ്ടില്ല. ഈ മഞ്ഞമ്മൽ ബോയ്സിൻ്റെ അടുത്ത് അപ്പോൾ അവർ ഭയങ്കര ഫോട്ടോ എടുക്കും, അതൊക്കെ ഭയങ്കര ബിസിയാണല്ലോ. അപ്പോൾ അവരുടെ അടുത്തോട്ട് നമ്മൾ ചെന്ന് ശല്യപ്പെടുത്തുന്നില്ല എന്നോർത്ത് ഇങ്ങോട്ട് പോകുന്നു. ആ അമ്മ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ഇപ്പോഴും ആ അമ്മ മകന് വേണ്ടി നിൽക്കുവാണ്. ഇപ്പോഴും ആ ഒരു തേങ്ങൽ അമ്മയുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട്. വരാൻ വൈകിയാലേ ഫോൺ എടുക്കാണ്ടായാലൊക്കെ എന്ന് വെച്ചാൽ ഇവരിപ്പോഴും അങ്ങനെ തന്നെയാണ്. ടൂറ് പോകുന്നു, പറയാണ്ട് പോയിട്ട് അവിടെ നിന്ന് വിളിക്കുമെന്ന്, എൻ്റെ അടുത്ത് വന്നെന്ന് പറഞ്ഞ് വിളിക്കുമെന്ന്. നമ്മുടെ ആ മനസ്സിൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു തേങ്ങൽ ഇപ്പോഴും ഉണ്ട് നമുക്ക്. ബ്രോ, എനിക്ക് തോന്നുന്നു ഈ നമ്മളൊക്കെ ഇങ്ങനെ ആഗ്രഹിക്കുന്ന കാര്യമാണ്. നമ്മളെ അമ്മമാരൊക്കെ, എനിക്ക് നമ്മളൊക്കെ ഏജുള്ള ആൺകുട്ടികൾ തിരിച്ചു ചിന്തിക്കുമ്പോൾ നമ്മുടെയൊക്കെ അമ്മമാർ ഇപ്പോഴും അടുക്കളയും ചുറ്റുപാടും മക്കളൊക്കെ ആയിട്ട് ഇരിക്കുക. അവസരം ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്, പക്ഷെ ഈ പറഞ്ഞ പോലെയാണ് കണ്ണാടി വെച്ച് തപ്പി നടക്കുന്ന അവസ്ഥയാണ് നമ്മുടെ. അപ്പൊ ഈ സംഭവം കണ്ടുപിടിച്ച് അമ്മ പെർഫോം ചെയ്യുമ്പോ മകൻ എന്ന രീതിയിൽ നമുക്കൊരു ഇതുണ്ട്, ഉൾപ്പുളകം ഉണ്ടാകും. അല്ലാണ്ട് അതിന് നമ്മളൊരു കാരണക്കാരനും കൂടെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവും. അതുപോലെ തന്നെ അമ്മ പെർഫോം ചെയ്യുമ്പോൾ ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ ഒരു സന്തോഷം കൂടെ ഉണ്ടല്ലോ. അത് എത്രത്തോളം ഉണ്ടായിരുന്നു സിനിമ കണ്ടായിരുന്നു? ഇപ്പൊ ഇന്നലെ എന്ന് പറഞ്ഞാല്, ഇന്നലെ അമ്മ ആ ലാസ്റ്റ് സീൻസിലൊക്കെ പെർഫോം ചെയ്ത് കണ്ടിട്ട് എനിക്കാണെങ്കിൽ ഇങ്ങനെ എന്താണ് ആ വികാരം എന്ന് അറിയാൻ പാടില്ല. അയ്യോ, വല്ല സന്തോഷമാണോ തുള്ളിച്ചാടാനാണോ തോന്നുന്നത്? അങ്ങനെ ഒരു സംഭവം. ഈ ഫ്രണ്ട്സൊക്കെ ഇഷ്ടം മെസ്സേജ് അയച്ച് വിളിച്ചോണ്ടേ ഇരിക്കുക. അത് കേട്ടിട്ട് മനസ്സിന് സന്തോഷം കൊണ്ട് മരവിച്ചിരിക്കുന്ന അവസ്ഥയിലാണ്. അത് ഞാനും അനിയത്തി അമ്മക്കുട്ടി ഞങ്ങളത് സ്വപ്നം കണ്ട സാധനമാണ്. അമ്മ ഇൻഡിപെൻഡൻ്റ് ആവണം, സ്വന്തം കാലം നിൽക്കണം. അപ്പം ഞങ്ങൾക്ക് നേരത്തേക്ക് നമ്മൾ അമ്മയാണെന്ന് പരിചയപ്പെടുത്തണം. ഇപ്പോൾ സെറ്റിലൊക്കെ ചെല്ലുമ്പോഴും അത് റിഞ്ചേച്ചിയുടെ മോനാണ് നമ്മൾ അങ്ങനെ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ അത് ഭയങ്കര ഒരു പ്രൗഡാണ്, ഭയങ്കര ഒരു സന്തോഷമാണ്. കഴിഞ്ഞ ദിവസം ചെന്നൈ തട്ടുതശ്ശേരി നമ്മൾ നിൽക്കുക. അപ്പൊ ഞാനും മോനും എല്ലാരും കൂടി നിൽക്കുക. അപ്പൊ മോന്റെ ഫ്രണ്ട് വന്നിട്ട് ചോദിക്കുക, ഹോസ്റ്റലർ ചേച്ചിയല്ലേ? ഹോസ്റ്റലല്ല. അപ്പൊ ഇയാളുടെ അടുത്ത ഡയലോഗാ, അത് എന്റെ അമ്മയുടെ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഇവരുടെ കണ്ണിലാ തിളക്കം കാണുന്നത് കുട്ടികൾ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്ന കാര്യമാണ്. ഞാൻ ഉയർന്നു വരണം എന്ന്. അപ്പൊ ആ തിളക്കം എനിക്ക് കിട്ടുന്ന അവരെ കണ്ണിൽ കൂടിയും അവരെ ചിരിയും ഒക്കെ എനിക്ക് ഭയങ്കര. കാരണം അങ്ങനെ അല്ലല്ലോ, വീട്ടിൽ ചുമ്മാ അടുക്കളയിൽ കിടക്കേണ്ട ആൾക്കാരല്ലല്ലോ ഇവര്. അപ്പോൾ ഒരു ഇപ്പൊ പണ്ട് പോലെയുള്ള സംഭവമാണ്. ഭർത്താവ് മക്കളെ നോക്കുക, അവർക്ക് വേണ്ടി ജീവിക്കുക. അങ്ങനെയല്ല, അവർക്ക് അവരുടെ ഡ്രീംസ് ഉണ്ടാവണം, അവരുടെ ലൈഫ് ഉണ്ടാവണം. അതിലാണ് നമ്മൾ പേരെടുക്കേണ്ടത്, അതിലാണ് നിങ്ങൾക്ക് അഭിമാനം കൊള്ളേണ്ടത്. അമ്മ അക്കാര്യത്തിലും വളരെ ഒത്തിരി ഭാഗ്യം ചെയ്ത ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നു. 2 കാര്യത്തിലും നല്ല അങ്ങനെ ഒരു അമ്മയെ കിട്ടിയതിലും എനിക്കൊന്ന് സിനിമ എന്നൊക്കെ നമ്മൾ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു അമ്മയാണേലും വേണോ വേറെ എന്തെങ്കിലും ജോലി നോക്കിക്കൂടെ, അതിന്റെ കൂടെ തന്നെ കൊണ്ടുപോയാൽ പോലെ ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പൊ അമ്മ എങ്ങനെയാണ് ശരിക്കും മോൻ വന്ന് ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത്? കാരണം ഒരാളല്ല 2 പേരും സിനിമ എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അതിനെങ്ങനെ അമ്മ എങ്ങനെ അതിനെ ആദ്യം ഡീൽ ചെയ്തത്? ഞാൻ ഹസ്ബൻഡിനോട് ആദ്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അവന് 2 വർഷം കൊടുക്കണം എന്ന് ആദ്യം പറഞ്ഞു. 2 വർഷം കൊടുത്തിട്ട് അവൻ എത്തും, ആ സമയത്തിനുള്ളിലെത്തും എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഓക്കെ. ഇയാൾ ജോലിക്കൊക്കെ പോകാൻ തുടങ്ങിയിട്ട് ജോലിക്കൊക്കെ പോയിട്ടും പക്ഷെ ഇയാളുടെ നമുക്ക് കാണാം
ഭയങ്കര ഡ്രൈ ആയിട്ടേ വരുള്ളൂ. അപ്പോൾ ഇയാൾ സങ്കടം ഉള്ളിലെ തേങ്ങൽ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു നിർത്തിയിട്ട് നോക്ക് എന്ന് പറഞ്ഞു. അപ്പം അച്ഛനോട് ഞാൻ പറഞ്ഞു 2 വർഷം ടൈം കൊടുക്കണം. 2 വർഷം 1 മാസമുള്ളപ്പോ കൊറോണ അതാ. അല്ലെങ്കിൽ അപ്പൊ ആ പ്രശ്നം അന്ന് കുറച്ച് സാധ്യതകൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ കൊറോണ വന്ന് അത് പോയി. പക്ഷെ ഇപ്പം റിലേറ്റീവ്സിൻ്റെ അടുത്തുനിന്നും ഇപ്പം അച്ഛൻ്റെ അടുത്തുനിന്നും ഉണ്ടാവും. പക്ഷെ നമ്മളതിനെ അതിജീവിച്ച് നിൽക്കുവാണ് എന്ന് വെച്ചാൽ എത്തും. നമ്മൾ ഒരേ ലക്ഷ്യത്തോടെ നിൽക്കുമല്ലേ, വേറെ ഒന്നും ചിന്തിക്കുന്നില്ല, അത് സിനിമ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അപ്പം എത്തും. അല്ല, അതിപ്പം അങ്ങനെയാണ്. നമുക്കൊരു സപ്പോർട്ട് ആരും ഇല്ല, കണക്ഷൻ ഉണ്ടായിട്ടില്ല. നമ്മൾ ആദ്യം ഫേസ്ബുക്കിൽ ഈ പത്രത്തിൽ നോക്കിയിട്ട് അനിയത്തി നോക്കുമായിരുന്നു ആരൊക്കെയാണ് സൺഡേ സപ്ലിമെന്റ് ഇല്ലേ, അതില് ക്രൂ നോക്കിയിട്ട് അവർക്ക് റിക്വസ്റ്റ് അയക്കും. അങ്ങനെയാണ് കോണ്ടാക്ട് ഉണ്ടായി തുടങ്ങി. അങ്ങനെ ഒരു കോണ്ടാക്ട്സ് വെച്ചിട്ടാണ് നമ്മൾ. അപ്പൊ ഇപ്പൊ ഒരു പടം കഴിഞ്ഞ 2-ാം തീയതി ഇറങ്ങിയ മൃദുഭാഗത്തിൽ ഒരു ക്യാരക്ടർ റോൾ ചെയ്യാൻ പറ്റി. നമ്മുടെ പടം എല്ലാ പോസ്റ്ററിലും ഉണ്ടായിരുന്നു. ഭയങ്കര ഡ്രീം ആണ്. അപ്പോൾ നമ്മൾ ഓക്കെ, ഗ്രോത്ത് ഉണ്ട്, അപ്പോൾ ടൈം എടുക്കും. പക്ഷെ അമ്മയുടെയൊക്കെ കേസിൽ വെച്ചാൽ ഈ 8 കാറ്റഗറിയിൽ ആർട്ടിസ്റ്റുകൾ കുറവാണ്. അപ്പം അതുകൊണ്ട് കുറച്ചുകൂടെ പെട്ടെന്ന് സംഭവം കിട്ടും. അത് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ലോകത്തില് ആരും നമ്മുടെ കൂടെ അമ്മയേക്കാൾ വലിയ ശക്തി. നിങ്ങൾ വളരെ ഭാഗ്യം ചെയ്ത മകനും കൂടിയാണ്. അപ്പം എന്തായാലും ഈ സിനിമയെ പറ്റി ചോദിക്കുകയാണെങ്കിൽ ഇന്നത്തെ ക്രൂ ഒക്കെ വളരെ യങ് ആയിട്ടുള്ള, ഞാൻ പറഞ്ഞു ഇപ്പൊ നിങ്ങൾ ചിദംബരത്തെ പറ്റി പറഞ്ഞു. അപ്പൊ അതിനകത്തുള്ള ബാക്കി ആർട്ടിസ്റ്റുകളാണെങ്കിലും കാസ്റ്റ് ചെയ്തേക്കുന്നത് ഗണപതിയാണ്, അതും വളരെ യങ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പം ആസ് എ ക്രൂ മൊത്തത്തില് നിങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു ഷൂട്ട്? എനിക്ക് തോന്നുന്നു കേരള ഷൂട്ടിലൊന്നും നമ്മളില്ല, നമ്മള് വീട്ടിലെ ഷൂട്ടിലാണ്. അപ്പം ഷൂട്ടിംഗ് പ്രോസസ്സ്, മഞ്ഞുമ്മൽ ടീം ആസ് എ ടീം, സെറ്റ് കാര്യങ്ങൾ അതെങ്ങനെ ഉണ്ടായിരുന്നു? അത് അടിപൊളി എന്ന് തന്നെ പറയണം. എന്ന് വെച്ചാല് ഇവരൊക്കെ ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ ഡയറക്ടർ ചിദംബരം ഇങ്ങനെ നടന്ന് ഇങ്ങോട്ട് വന്നിട്ട് നമ്മളെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോകും. വാ നമ്മുടെ പൊന്നാണെന്ന്. പിന്നെ സൗബിന ഡൗൺ ടു എർത്ത് ആണ്. പുള്ളി അത്രയും വലിയൊരു നടനല്ലേ. എന്നിട്ട് നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും ചേച്ചി എന്നും പറഞ്ഞ് ചാടി എഴുന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഷൈക്കാൻ്റെ നിന്ന് വാ വന്നിരിക്കുമെന്ന് പറഞ്ഞ് അവരൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അവരൊക്കെ ചെയ്യാൻ നമ്മളൊക്കെ ഒരു സ്നേഹം തന്നിട്ടുള്ള ഒരു സംഭവമായിരുന്നു അത്. സ്നേഹം മാത്രമല്ല, ഒരു കരുതലും ഇല്ല, കഴിച്ചോ കുടിച്ചോ ഒക്കെ ചോദിക്കലും, അതൊക്കെ ഭയങ്കര. ഇലവിഴ പൂഞ്ചിറയിൽ അവിടെ ഭയങ്കര ഇഷ്യൂസ് ഉള്ളായിരുന്നു, കാറ്റ് ഇടിമിന്നലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അമ്മ മാത്രമേ ഉള്ളൂ അവിടെ. നമുക്ക് ശ്വാസം മുട്ടൽ പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് സൗബിക്ക് ഭയങ്കര കെയറിങ് ആയിരുന്നു സമയത്തൊക്കെ. പുള്ളിയുടെ സെറ്റ് കൊണ്ട് കൊടുക്കുന്നു, അമ്മേനെ പോലെ തന്നെ അന്ന് ടേക്ക് കെയർ ചെയ്തിട്ടുണ്ട്. കൊടയിൽ മഴ പെയ്യുന്നു, എന്നിട്ട് പുള്ളി കൊട ചൂടാണ്ട് എനിക്ക് കൊട തരുന്നു. അതൊക്കെ അത് വെച്ചാൽ നമുക്കത് ഒരൊന്നും വലിയ നാട്ടിയില്ലാണ്ട് റിയൽ നമ്മൾക്ക് നാട്ടിൻ പുറത്തെ ആൾക്കാരായിട്ടത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് അമ്മച്ചി അല്ല, ഞാൻ അമ്മച്ചി വിളിക്കുന്ന എന്റെ നാട്ടിലോട്ടൊക്കെ അമ്മച്ചി എന്നെ അമ്മച്ചീന്നാ വിളിക്കുന്ന, ഇയാളെന്റെ അമ്മച്ചീന്നാ വിളിക്കണ. ചിലരിങ്ങനെ സംസാരിക്കും അമ്മച്ചി വിളിക്കും, അവര് വല്യമ്മേനെയാണ്. ഇല്ല എന്റെ അമ്മച്ചീന്നാ വിളിക്കുന്ന. അമ്മച്ചീത്തിന്റെ വലിയ അപൂർവമാണ് കേട്ടോ. എന്നെ ഇപ്പൊ എടി നീയ എടി. എനിക്കൊന്ന് ആക്ടർ എന്ന നിലയിൽ നമ്മുടെ മകനെ ഇന്ന രീതിയിൽ കാണണം എന്ന് ആഗ്രഹിക്കുന്നു. അത് എവിടെയാണ് അമ്മയുടെ മനസ്സിൽ അമ്മയുടെ മകൻ? ഇപ്പൊ കുറച്ചൊക്കെ സിനിമ നമ്മൾ കണ്ടിട്ടുണ്ട്, എവിടെയാണ് ശരിക്കും പ്ലേസ് ചെയ്തിരിക്കുന്നത്? ഞാനോ ഓസ്കാർ അവാർഡായിട്ട് ഇങ്ങനെ ഒരു ഇതൊക്കെ ഇട്ടിട്ട് ആ ഓസ്കാർ അവാർഡ് പിടിച്ചിട്ട് ഇങ്ങനെ ചിരിച്ചിങ്ങനെ നിൽക്കണത്, ഞാനപ്പോൾ അവിടെ ഇരിക്കണത്, അതാണ് ഞാൻ വിഷ്വലി ചെയ്തേക്കണത്. മകൻ എന്ന രീതിയിൽ എന്താണ് അമ്മേനെ എവിടെയാണ് ഈ സിനിമ എന്ന രീതിയിൽ എവിടെ പ്ലേസ് ചെയ്യാൻ പറ്റുക? അമ്മനെ നമ്മൾ നമ്മുടെ മഞ്ജു ടീച്ചർ പടം ഉണ്ടായിരുന്നില്ലടാ, റോഷൻ ആൻഡ്രൂസിന്റെ ഗസ്റ്റായിട്ടൊക്കെ പോവില്ലേ അവിടെ? മഞ്ജു തിരിച്ചു വന്ന പടം നമ്മുടെ അതുപോലെ സാരിയൊക്കെ എടുത്തു പോയി അവിടെ ഏറ്റവും ഇന്ത്യയിലെ പത്മശ്രീയൊക്കെ മേടിച്ച് വരുന്ന ഒരു പരിപാടി ആണ്. അല്ല, അമ്മ ഓസ്കാർ മേടിക്കണം. ഞാൻ പെട്ടെന്ന് അല്ല, ഞാനത് ഇയാൾ ആക്ടർ ആകണം ആ ആഗ്രഹം തുടങ്ങിയപ്പോൾ തൊട്ടേ ഞാനത് മനസ്സിൽ കാണുന്നത് ഇങ്ങനത്തെ ഒരു വിഷ്വലാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എനിക്ക് വിഷ്വൽ ചെയ്ത് കാണുമ്പോൾ നമുക്കത് എത്തും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട്
പിന്നെ നന്നായിട്ട് കഴിവുണ്ട്, നന്നായിട്ട് ഇടപഴകാൻ അറിയാം, കുറേ ഫ്രണ്ട്സുണ്ട്, നല്ല ഒരു ഹ്യൂമൻ ബീയിങ് ആണ്, പിന്നെ ചതിയില്ല, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അതുകൊണ്ട് ദൈവം അങ്ങനെയല്ല ഞാൻ പറ, അങ്ങനെ ഇപ്പൊ ദൈവം രക്ഷിക്കും, ഒരു അമ്മയുടെ വിശ്വാസമല്ല ദൈവം രക്ഷിക്കും എന്നുള്ള, അല്ല ദൈവം രക്ഷിക്കും എന്നുള്ള ഒരു രീതി, ദാമ്പാതി ദൈവം ബാധി, ഒരമ്മ അങ്ങനെ തന്നെ വിശ്വസിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു വിശ്വാസം എനിക്കുണ്ട്. നമ്മള് മകളുടെ കാര്യം പറഞ്ഞു, മകളുടെ അസിസ്റ്റന്റ് ഡയറക്ഷൻ, അതായത് ഡയറക്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. പുള്ളി ആക്ട്രസ് ആണ്, പുള്ളി ഹൈക്കോടതി ലോയറാണ്. ലോയറാണ്. ഇപ്പൊ ലോയർ പ്രൊഫഷൻ വിട്ടിട്ട് സിനിമയുടെ പുറകെ ഇറങ്ങി, എന്റെ വാദം പിന്തുടർന്നു. ഇപ്പൊ ജോലിയില്ല, സിനിമയാണ് പരിപാടി. കട്ടപ്പനയിലുണ്ട്, ഷൂട്ടിങ്ങായിട്ട്. സിനിമ വെബ് സീരീസ് സലാം ബുക്കാരി ഡയറക്ട് ചെയ്യുന്ന ഉടുമ്പൻചോല വിഷു എന്ന പടം, മാത്യൂസ് ഒക്കെയുള്ള പടം. ദിലീഷ് പോത്തൻ, ബാസിച്ചേരുണ്ട്, കുറെ ആർട്ടിസ്റ്റുകളുണ്ട്. ഞാൻ കാര്യം ചോദിച്ചത്, അതായത് ഈ സിനിമ എന്ന് പറയുന്നത് നമുക്ക് കയ്യെത്തുന്നതിനപ്പുറമാണെന്നാണ് എപ്പോഴും വിശ്വസിക്കുന്നത്. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരുടെ ഇടയിലുള്ളത്. അപ്പൊ അങ്ങനെയുള്ള മക്കളുള്ള, അല്ലെങ്കിൽ അങ്ങനെ അറിയാവുന്ന മക്കളുള്ള അമ്മമാരോട് അമ്മ എന്താണ് അവർക്ക് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അത് ആഗ്രഹിക്കുന്നിടത്ത് എത്തുന്നത് തന്നെയാണ്. അപ്പോൾ അവർക്ക് ഫുൾ സപ്പോർട്ട് കൊടുത്ത് നമ്മൾ അവരൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. അവരെത്തും, അതുവരെ നമ്മൾ അവരൊപ്പം നിൽക്കണം. അത് തന്നെയാണ് ഒരമ്മ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്. അമൻ ബ്രോയുടെ ഈ ഇതിനോടുള്ള താല്പര്യം, ഈ ജോലി കഴിഞ്ഞെത്തുമ്പോഴുള്ള സങ്കടം അത് പറഞ്ഞു, അല്ലാണ്ട് ശരിക്കും ഇതിനോടൊരു താല്പര്യം ഉണ്ടെന്ന് എന്നാ മനസ്സിലായത്? കുഞ്ഞിലെ മുതലേ ആക്ടിങ് എല്ലാ പരിപാടിയും ഉണ്ടായിരുന്നു, എല്ലാ പരിപാടിയും, നാടകവും പരിപാടിയൊക്കെ ഇട്ട് നടത്തിയിട്ടുണ്ട്. പ്ലസ് ടു ഒക്കെ ആയപ്പോഴേക്കും ഞാൻ ചെറിയ ഷോർട്ട് ഫിലിമൊക്കെ എടുത്ത് തുടങ്ങി. കോളേജിലൊക്കെ അങ്ങനെ ഷോർട്ട് ഫിലിമൊക്കെ എടുത്ത് തുടങ്ങി. അങ്ങനെ കോളേജ് കഴിഞ്ഞപ്പോഴേക്കും സീരിയസ് ആയിട്ട് ട്രൈ ചെയ്യാൻ തുടങ്ങി. പിന്നെ കോളേജ് കഴിഞ്ഞാൽ ജോലിക്ക് പോകണമല്ലോ, അങ്ങനെ ജോലിക്ക് പോയി നോക്കി, പരിപാടി നമുക്ക് പറ്റൂലെന്ന് മനസ്സിലായി. അങ്ങനെ വീണ്ടും സിനിമക്ക് വേണ്ടിയിട്ട് ഭയങ്കര ഉറക്കപ്രാന്തനാ. പക്ഷെ സിനിമക്ക് വേണ്ടിയിട്ട് എത്ര രാവിലെ പോകണമെന്ന് പറഞ്ഞാലും എത്ര ലേറ്റായിട്ട് വന്നാലും ഒരു ക്ഷീണം ഉണ്ടാവില്ല. അതേസമയം നമ്മളൊരു അമ്പലത്തിലൊക്കെ പോയിട്ട് അമ്പലത്തിൽ പോകണം രാവിലെ എന്നൊക്കെ പറഞ്ഞാൽ വിളിച്ച് നമ്മൾ സഹിയിടും. പക്ഷെ അതല്ല, സിനിമക്ക് പോകണം, അഭിനയിക്കാൻ പോകണം എന്ന് പറഞ്ഞാൽ അതൊക്കെ, സിനിമ കാണാൻ പോകാനും ഒക്കെ ജോലി ചെയ്യണ്ടേ. അതെ. സോ മഞ്ഞുമല കരിയറിൽ എത്രമാത്രം ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന അമ്മയ്ക്ക് തോന്നുന്നുണ്ട്? മഞ്ഞുമല എനിക്ക്, എൻ്റെ വിശ്വാസം എനിക്കതൊരു ടേണിംഗ് പോയിന്റ് തന്നെ ആയിരിക്കും. നന്നായിട്ട് ഞാൻ വിശ്വസിക്കുന്നത്. നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി അമർ ബ്രോയുടെ ഫ്യൂച്ചർ എന്തൊക്കെയാണ്? നമ്മുടെ ഫ്യൂച്ചർ എന്ന് വെച്ചാൽ സിനിമ തന്നെയാണ്. പ്ലാൻ ബി ഒന്നും ഇട്ടിട്ടില്ല. സിനിമ തന്നെ ഇപ്പോൾ കുറച്ച് ബെറ്റർ ആവുന്നുണ്ട് കാര്യങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. ഇൻഡസ്ട്രി കുറച്ചൊക്കെ അറിയാം. ഇപ്പം ഞങ്ങളൊരു വർക്ക് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വരത്ത് നോക്കുന്നതുകൊണ്ട്. ഞങ്ങളൊരു ഓൺ പ്രൊജക്റ്റാണ്, പുള്ളിക്കാരി ഞാൻ ചെയ്യുന്ന വർക്കാണ്. അപ്പോൾ ആ വർക്ക് ഭയങ്കര എക്സ്പെക്ടേഷൻ ഉണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വർക്ക് ഞങ്ങൾ. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും അമൻ ബ്രോയ്ക്ക് അമ്മയോട് ഒരു ഇതുണ്ടാവില്ല. കാരണം ഈ ഒരു സംഭവം നമുക്കൊരു സപ്പോർട്ട് തന്നത് അമ്മയാണ്. അങ്ങനെ നമ്മൾ ഇന്ന് വരെ വെളിപ്പെടുത്താതെ അമ്മയോട്, മീൻസ് അമ്മ ഇങ്ങനെ ഒരു സമയത്ത് എനിക്ക് അമ്മ തന്ന ഒരു സാധനമാണ്, എനിക്ക് ഇതിൽ നിൽക്കാനുള്ള ഒരു കാരണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അല്ല, അമ്മ അങ്ങനെ പറയാത്തൊന്നും ഞങ്ങൾ ഓപ്പറേറ്റ് പറയും. ഇപ്പം പറയാത്തൊന്നുമില്ല. ഇപ്പം ആ ഒരു സംഭവം ഇപ്പം എനിക്ക്, ഇപ്പം എൻ്റെ ഒരു തോട്ടം എന്ന് വെച്ചാൽ, ഇപ്പം ഞാനിപ്പോൾ ജീവിക്കുന്നു, അത് കുറച്ച് കഴിയുമ്പോൾ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജോലിക്കൊക്കെ പോയി ഞാൻ ഹാപ്പി അല്ല. ഒരു 19 വയസ്സാകുമ്പോൾ ഞാൻ വിചാരിക്കണത് മറ്റത് ട്രൈ ചെയ്യണമായിരുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ബോറല്ലേ. അപ്പം അമ്മയും പറഞ്ഞേക്കണത് നീ ഹാപ്പി ആയിട്ടിരിക്കുക, ഇഷ്ടമുള്ള ചെയ്യുക. ഇപ്പോൾ ട്രൈ ചെയ്യുന്നു, ഭയങ്കര സ്ട്രഗ്ലിംഗ് ആണ്, പക്ഷെ എന്നാലും ഹാപ്പിയാണ്. നമ്മൾക്ക് ആ ഹോപ്പ് ഉണ്ടല്ലോ മറ്റേത് സെറ്റ് ആവുന്നുള്ള. അങ്ങനെ നടക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് കേട്ടോ. അമ്മച്ചിയുടെ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ ഒരുപാട് നല്ല സിനിമകളുടെ ഭാഗമായിട്ട് കണ്ടില്ലായിരുന്നു. എല്ലാത്തിലും നല്ല പെർഫോമൻസ് തന്നെയാണ്. നല്ല കഴിവുള്ള ഒരു ആർട്ടിസ്റ്റ് തന്നെയാണ്. അപ്പം വളർന്നു വരട്ടെ. ഇനി ഞങ്ങൾ ഈ സിനിമയുടെ ഭാഗമായി കാണാൻ വരട്ടെ എന്ന് ആശംസിക്കാം. നിങ്ങൾ രണ്ടുപേര് കോമ്പോയില് ഒരു സിനിമ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ സിനിമ അഭിനയിച്ചിട്ടുണ്ട്, പക്ഷെ കോമ്പിനേഷൻ ഇല്ലായിരുന്നില്ല. പിന്നെ ഞാൻ ഡയറക്റ്റ് ചെയ്തൊരു ഷോർട്ട് ഫിലിമിൽ അമ്മ നായികയായിരുന്നു, പക്ഷെ പടം പുറത്തിറങ്ങിയിട്ടില്ല.
ശരി, അപ്പൊ അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഉള്ളി എന്നുള്ള ആശംസയാണ്. അത് സാധിച്ചാട്ടെ എന്ന് ആശംസിക്കുന്നു. Thank you.